വെൽക്കം ബാക്ക് ടു ഡബിൾ ഗൈസ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്നും കളിക്കാൻ പോണ ഗെയിമിൻ്റെ ജിം സ്റ്റാർ സിമുലേറ്റർ ഗൈസ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 3 ആണ്. അപ്പോൾ ലൈക്ക് സബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ടാർഗറ്റ് 50 സബ് ഗൈസ്. എല്ലാവരും അടിച്ച് പൊളിച്ചോ. അപ്പോൾ നമുക്ക് തുടങ്ങാം ഗൈസ്. ഇതിൻ്റെ പാർട്ട് 1ഉം 2ഉം കാണാത്ത ഒരു വേഗം പോയത് കണ്ടോ. എന്നാലേ ഇത് നമ്മൾ ഇത്രയും സൈസ് ആയത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് റാങ്ക് ചെയ്യാൻ വേണ്ടി അവർ പറഞ്ഞത് 3K ആയിരുന്നു. നമ്മൾ ആപ്സ് ചെയ്തിട്ടില്ല, ലെഗ്സ് ചെയ്തിട്ടില്ല, ആംസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അത് രണ്ടും ചെയ്യാം. ആപ്സൊക്കെ കുറച്ച് നേരം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു 10-9 ഇട്ടേക്കാം. ഇതൊക്കെ ചെയ്യും, ഇതൊക്കെ പുല്ല് വരെ ചെയ്യും. ആപ്സ് ഇപ്പോൾ തന്നെ തീരുമെന്നാണ് തോന്നുന്നത്. ആപ്സ് വേഗം ചെയ്യുന്നുണ്ട്. വേണ്ട ആപ്സ് പറഞ്ഞാൽ കുറച്ച് ഇതുകൊണ്ടാ വെച്ചോക്കെ ഉപകാരമില്ല. ആപ്സ് ഭയങ്കര നമ്മുടെ സീനാണ്. പുല്ല് പോലെ ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്സും ലെഗ്സും ആണ് ഇതേനായിട്ട് ചെയ്യാനുള്ളത്. നമുക്ക് ക്ലെയിം ചെയ്യും. സ്പിന്നൊക്കെ എന്തിനാണേ? 2 സ്പിന്നുണ്ട്. ഈ പൊട്ട സാധനം 0.1% ഒക്കെ കിട്ടിയാൽ അടിപൊളിയായിരിക്കും. എൻ്റെ പൊന്നൊന്ന് വേഗം ചെയ്യ്. അയ്യോ, ഞാൻ ഈ 20 LP ഒക്കെ എന്തിനായിട്ട് അത്ര മതി. ഇതൊക്കെ കുറച്ചിട്ട് ഇതൊരു 3-4 ഓക്കെ, ഇത്ര മതി. താർട്ടി 20 LP ഒക്കെ ഇട്ടപ്പോൾ സ്ലോ ആയി, ഭയങ്കര സ്ലോ ആയി. കുറച്ച് വേഗം നിൽക്കാം. ഓട്ടോ ട്രെയിൻ ഉണ്ട്, അതെന്താ ഇടാത്തതെന്ന് നിങ്ങൾ ചോദിക്കണമെങ്കിൽ ഓട്ടോ ട്രെയിൻ ഇട്ടാൽ കുറേ നേരം പിടിക്കും ഗൈസ്. നമ്മൾക്ക് വേറെ വല്ല നല്ല ഗെയിം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമുക്കത് കളിച്ചിടാൻ സെറ്റാക്കാം. ട്രെയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായി. നമുക്ക് അതിനോട്ട് നോക്കിയപ്പോൾ നമുക്ക് 100 രൂപ കൊടുത്തിട്ടൊരു ട്രെയിനർ എടുത്തിട്ടുണ്ട്. എവിടെ ട്രെയിനർ പറ്റിച്ച്? അയ്യോ, ട്രെയിനർ പറ്റിച്ച് എക്വിപ്പ് ചെയ്ത്. ഇപ്പം നമ്മുടെ ട്രെയിനർ വന്നു ഗൈസ്. കുഴപ്പമില്ലാത്ത ഒരു ട്രെയിനറാണ്. അത്രയും നല്ലതൊന്നും തോന്നുന്നില്ല. 1.5K ആയി. ഇപ്പോൾ 1.6. ഓ ഗൈസ്, ട്രെയിനർ വന്നപ്പോഴാണ് പറഞ്ഞുകൂടാ. ഞാനിപ്പോൾ മുമ്പത്തെ പോലെ തന്നെയാണ് ഇട്ടേക്കണം. 7.1 ഇപ്പോഴും തന്നെ ഉണ്ട്. ഈ ട്രെയിനറിന് കുറച്ച് മോട്ടിവേഷൻ തരാൻ മാത്രമേ അറിയുള്ളൂ. നമുക്ക് ട്രെയിനർ ചേഞ്ച് ചെയ്താല ഈ ട്രെയിനർ കൊള്ളൂല. ഇതൊക്കെ ബോർഡ് ട്രെയിനറാണ് ഗൈസ്. നാളെ നമുക്ക് ഈ ട്രെയിനറിനെ കിട്ടും. നെയിലിനൊക്കെ കിട്ടിയാൽ വേറെ ലെവലായിരിക്കും. എനിക്ക് ഈ ട്രെയിനർ വേണ്ട. എൻ്റെ പൊന്നെ ഗോക്കുവാ ഇവിടെ ഇരിക്കണത്. വോങ്കോങ് ആണ്. സിമിയോൻ അടിപൊളിയാന്ന് തോന്നുന്നുണ്ട് ഒരു ട്രെയിനറിൽ. മറ്റേ ഇതെന്ന് പറഞ്ഞാൽ ഇവനല്ലേ ഇത് നമ്മുടെ ഈ നെയിലെന്ന് പറഞ്ഞാൽ മറ്റേ കോമ്പറ്റീഷനിലത്തെ ഫസ്റ്റ് അല്ലേ. ഇവൻ മോട്ടിവേഷൻ മാത്രം തരുള്ളൂ ഗൈസ്. ഈ ട്രെയിനർ അൺഇക്വിപ്പ് ചെയ്യാം. അല്ല വേണ്ട ഗൈസ്, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അൺഇക്വിപ്പ് ചെയ്യാം. കാരണം കുറച്ച് പവർ കൂട്ടി തന്നെ ഉണ്ട്. ഈ ബാറൊക്കെ കിട്ടിയിട്ട് എന്തിനാ? എനിക്ക് എവിടെ നിന്ന് അറിഞ്ഞുകൂടെ എത്തിയിരിക്കുന്നത് ഗൈസ്. ഇപ്പോൾ 31th ട്രെയിൻ കലണ്ടറിലേക്ക് വിളിച്ചവർ. ഇത് ക്ലെയിം ചെയ്യേ. നമുക്കൊരു പെറ്റിയിട്ടിട്ടുണ്ട്. ഭാഗ്യം. ഇപ്പം ഞാൻ ഇതെത്തി ഗൈസ്. അതായത് ഈ അവസാനത്തെത്തി. ക്ലെയിം ചെയ്ത് അല്ല ഗൈസ്, അവസാനത്തൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ 2K ആയി. 23 വെച്ച് കയറാണ്ട് ഗൈസ് ഇപ്പോൾ. ആ പെറ്റ് വന്നുകൊണ്ടായിരിക്കും. അത് അടിപൊളി പെറ്റാണെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വേഗം 3K ആക്കിയിട്ട് വേണം ലെഗ് ആകുമ്പോൾ അടിക്കാൻ. അതൊക്കെ അടുത്തോരെത്തിയിട്ടില്ല. 100Kൻ്റെ 6.3 പൈസ ഉണ്ട്. എന്തിനാടേ ട്രെയിനർ എന്ന് പറഞ്ഞാൽ? ആകെ ട്രെയിനർ ഇത് മാത്രമേ ഉള്ളൂ. റോബക്സ് കൊടുത്തിട്ട് പിന്നെ ട്രെയിനറിന് വേണമെങ്കിൽ എടുത്താൽ മതി.
ഇതൊക്കെ ഡേ 4 ആണ്. ഇതൊക്കെ എപ്പോൾ കിട്ടാണ്? നാളെ അല്ല ഡേ 4. നാളെ ഇപ്പോൾ നമ്മുടെ സ്റ്റീൽ ബ്രെയിൻ റോട്ടിലത്തെ ക്രിസ്മസ് അപ്ഡേറ്റ് ആയിരിക്കും. അത് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. 3K ആയി. അപ്പോൾ അങ്ങനെ അവസാനം ആപ്സ് അടിച്ചു കഴിഞ്ഞ് കണ്ട ഗൈസ് നമ്മുടെ ബോഡി ഇപ്പോൾ സെറ്റായി. ഇനി ഇവിടെ നിന്നിട്ട് ഇത് വെച്ചൊന്ന് അടിക്കാം. അയ്യേ, 19 കയറും ഗൈസ്. എൻ്റെ പൊന്നെ, ഇതിപ്പോൾ 10 ഇട്ടൊക്കെ നന്നായിട്ട് കയറും. ഇതൊക്കെ നമ്മൾ അടിക്കും. എൻ്റെ പൊന്നെ, 1K ഇപ്പോൾ തന്നെ അടിക്കും. ആംസ് കുറച്ച് പാടായിരിക്കും എൻ്റെ മനസ്സറിയണത്. അവനൊക്കെ ഇടണത് കണ്ടോ ഗൈസ്, ബ്ലാക്കൊക്കെ ഇടണത്. അവനൊക്കെ സ്ട്രെങ്ത് കായാണ് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ തൊട്ടപ്പുറത്ത് ആമടിച്ചോണ്ടിരിക്കണവൻ. അവനൊക്കെ എന്തിനാണല്ലേ കളിക്കണത് ഇത്രയും പ്രൊഫഷണലായിട്ട്? എന്നെയാണ് മോനെ പാട്. 1K അടിച്ച് 1K അങ്ങോട്ട് 3K മോനെ ഭയങ്കര പാട്. ഞാൻ മാക്സിമം നോക്കിക്കൊണ്ടിരിക്കണേ ഗൈസ്. ഇവിടെ എൻ്റെ ഇത് മിക്കവാറും ഇപ്പോൾ പൊട്ടിപ്പോരും. അതേപോലെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റാമിന തീർന്നു എൻ്റെ സ്റ്റാമിന. എനിക്ക് ഏത് സ്റ്റാമിന കയറാൻ 10 മണിക്കൂർ വേണം. ഇപ്പോൾ നമ്മൾ ലെഗ് 1.5K ആയി. ഇനിയിപ്പോൾ ഇതടിക്കാൻ കുറച്ച്. അയ്യേ, ഇതൊക്കെ ഇട്ടിട്ട് ആർക്ക് വേണം? ഇതൊരു 10 അങ്ങോട്ട് ഇട്ടുന്നേ. അങ്ങോട്ട് ഇട്ട് വലിച്ചോണ്ട് ഈസി ആയിട്ട് നമുക്ക് അടിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാമിന ഇല്ലായില്ല. എന്തായാലും ഒരു പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് എടുത്താൽ മതി. അയ്യോ, ഇതെന്ത് പറ്റി? ഓ, ഇത് നമ്മൾ പൊട്ട സാധനമൊക്കെ ഇട്ടിക്കണം. ഒരു 10 കിട്ടും. ഞാൻ വെച്ച് 0.5 കയറുന്നുള്ളൂ. ഇത് ഇപ്പോൾ 24 വെച്ചാറുണ്ട്. അടിപൊളി. 1.6K ആയി. ഞാൻ 2 കൈ കൊണ്ട് നിൽക്കണേ കഴിച്ചത്. ഒരു ഉപകാരം ഇല്ലാത്ത പോലെ. ഉപകാരമൊക്കെ ഉണ്ട്, കുറച്ച് ഉപകാരമുണ്ട്. പക്ഷെ 2 കൈ കൊണ്ടൊക്കെ ഇട്ട് ഒരു ഉപകാരമുള്ളൂ. ഒറ്റ എണ്ണേ കയറുള്ളൂ. ഇപ്പോൾ സ്റ്റാമിന തീരും. 2 കൈ എങ്ങാനും മക്കളുടെ സ്റ്റാമിന തീരണതിന് മുമ്പ് 2. അതേ ഇപ്പോൾ അടുത്ത റിവാർഡായി. പൊട്ട റിവാർഡ് ഗൈസ്. ഇത് എവിടെ ഇരിക്കണത്? അതായത് ഈ റിവാർഡൊക്കെ നല്ല അടിപൊളി സാധനമാണെന്ന് തോന്നുന്നുണ്ട്. കാര്യം എനിക്ക് റിവാർഡ് എവിടെ ഇരിക്കണമെന്ന് പക്ഷെ അറിഞ്ഞൂടാ. അതാ പ്രശ്നം. അപ്പോൾ 2.3K ആയി. റിവാർഡിൻ്റെ ബട്ടൺ എവിടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് എവിടെയെന്ന് സത്യമായിട്ട് അറിയാൻ പാടില്ല. ഞാൻ നല്ല ഇതിലാണ് കൈസ് നിൽക്കുന്നത്. ഇവിടെ ഭയങ്കര സൗണ്ടാണ്. ഇതിങ്ങനെ നോക്കിയിട്ട് കൈസ് സൗണ്ട് കേൾക്കണ്ട് ഗൈസ്. ഇപ്പോൾ സ്റ്റാമിന 3K ആയ കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതിരുന്നിട്ട് ഉപകാരമില്ല. നമുക്ക് റാങ്കൊക്കെ ചെയ്ത വേറെ. പക്ഷെ റാങ്ക് ചെയ്യണതിന് മുമ്പ് നമുക്കൊരു കോമ്പറ്റീഷന് പോയി നോക്കാം. അടിപൊളി മസിലല്ലേ നമുക്കിപ്പോൾ. എന്തായാലും 3rd അല്ലെങ്കിൽ 2nd അടിക്കണം. നമുക്ക് പുല്ല് പോലെ കയറ്റി കൊണ്ടുണ്ട്. നമുക്കിതൊരു 5 എണ്ണം നോക്കാം. ഇതൊരു 5 എണ്ണം നോക്കാം. പറ്റും. ഇത് പറ്റും. ഇല്ലെങ്കിൽ ഉപകാരമില്ല. 4 എണ്ണം വെച്ച് പൊക്കും. പക്ഷെ ഉപകാരമില്ല. ഇത് ഉപകാരമില്ല. കയറിയ അത് കയറിയായിരുന്നു ഗൈസ്. 3 വെച്ചുകൊണ്ടിട്ടേക്കാം ഗൈസ്. ഇത് അടിപൊളിയാണ്. 29 വെച്ച് കയറും. 23 വെച്ച് അത് ഇതല്ലേ അത്? ഇതൊരു 10 എടുത്ത് ഇട്ടാൽ മതി. 24 വെച്ച് കയറും. നമുക്ക് അവിടെ ക്ലിക്കിങ് സ്ട്രെങ്ത് എടുക്കാം ഗൈസ്. ഇവിടെ ഈ സാധനം ഇപ്പോൾ മിക്കവാറും പൊട്ടിപ്പോയും അല്ലെങ്കിൽ 2 കഷ്ണമായിട്ട് ഒടിഞ്ഞു പോകും. എൻ്റെ പൊന്നെ, എൻ്റെ വിരൽ വേദന എടുക്കണ്.
ഇപ്പോൾ ആയി 1K ആയി. ഇനി നമുക്ക് 1K എന്നൊരു 3Kയിലേക്ക് വലിയൊരു ഇതാണ്. ഒരു 5 കൂട്ടി ഇട്ടാം. എന്നിട്ട് ഇതങ്ങോട്ട് ഒരു 5 ഇത് എണ്ണി പൊക്കും. കാരണം എണ്ണി ഇത് പുല്ല് പോലെ. വേണ്ട സ്റ്റാമിന ഫില്ലാവട്ടെ. 0 ആണെങ്കിൽ ചെയ്യലുള്ള വട്ടാണോ. അടുത്ത റിവാർഡാണ്. ഒരു സ്ട്രോബെറി എലിഫൻറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റാമിന ഫില്ലാവാറായി. അപ്പോൾ അടിച്ചു നോക്കി അടിക്കും. റാങ്കൊക്കെ ചെയ്ത അടുത്ത് നമ്മൾ ക്ലാസ് കിണ്ണനായിരിക്കും മിക്കവാറും. ക്ലാസ് അടിപൊളി സാധനമായിരിക്കും. 1.7K ഇപ്പോൾ ആവും 2K. കുറച്ചും കൂടി. നമ്മുടെ പെറ്റൊക്കെ എന്ത് ട്രാഷാണ്. എടാ ഇവിടെ പെറ്റ് മേടിക്കുന്ന ഒരു സ്ഥലം ഉണ്ടോ? എടാ അത് പെറ്റ് മേടിക്കുന്ന സ്ഥലം ഒന്ന് തോന്നട്ടാ. നമുക്ക് ഈ അതൊന്നൊന്ന് ഇനി നമുക്ക് ആ പെറ്റൊന്ന് പോയി നോക്കാം. പെറ്റ് എനിക്കൊന്നും എക്സ്ട്രാ സ്ട്രെങ്ത് തരും. നീ കോച്ച് തന്നെ നമ്മുടെ കൂടെ ഓടി തന്നെ കുട്ടി ഹാച്ച് ചെയ്ത് മറ്റേ 2% ചാൻസ് കൊണ്ട് തന്നെ നമുക്ക് ഓറ കളക്ട് ചെയ്യാം കൈസിന്. അല്ല കൈസ് അത് ഓറയല്ല, അത് നെഗറ്റീവായിപ്പോയി. ഇതാണ് മോനെ ഓറ. എടാ ഇതൊക്കെ നെഗറ്റീവ് ഓറ കേട്ടോ കൈസ്. ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. ഇതൊക്കെ നമ്മൾ ഓറ എന്ന് പറഞ്ഞാൽ ഇത് കുഴപ്പമില്ല. 25% പൊയ്ക്കുന്നത് 2% സാധനം ചോദിക്കുമ്പോൾ 25% പെച്ചവിടെ. അയ്യോ ഇത് ക്രാഫ്റ്റ് ചെയ്യാം നമുക്ക്. ഇനിയൊക്കെ ബെസ്റ്റ് ചെയ്തേ. ഓക്കെ ആ ബീച്ച് മങ്കി കുഴപ്പമില്ലാതായി. നമ്മൾ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ അത് കുഴപ്പമില്ല. ഇനി ഇതൊക്കെ 0K. ഇനി ഇതൊരു 10 അങ്ങോട്ട് അല്ല 5 ഇതങ്ങോട്ട് 5 ഇടാം. ഇനി അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ കഴിയും. ഇപ്പം നമ്മൾ 2 അല്ല 3K ആക്കും. ഇപ്പം 2-3 ക്ലിക്കിൽ തന്നെ ആവേണ്ട കേസ്. ഇത് ഭാരമാണ്. നമ്മളിപ്പോൾ അൺപാക്ക് ചെയ്ത പെറ്റൊക്കെ ഭയങ്കര അടിപൊളി പെറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഹിയർ കംസ് 3K. നമ്മളെല്ലാം 3K ആക്കിയിട്ടുണ്ട്. സ്റ്റാമിന 820 ആക്കിയിട്ടുണ്ട്. നമുക്കിനി കോമ്പറ്റീഷനിൽ പോയിട്ട് റാങ്ക് അപ്പ് ചെയ്യാം. നമ്മൾ റാങ്ക് ചെയ്താൽ നമ്മൾ വീണ്ടും എല്ലാവും. എൻ്റെ മുന്നേ നമ്മൾ ഭയങ്കര സൈസാണ്. നമ്മൾ സിമിയോണെക്കാട്ടും സൈസായെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ പൊന്നെ നെക്കി പൊളിച്ചോ. ഇത് ഞാൻ നെക്കി പൊളിക്കുമെന്ന്. ഓ സിമിയോണാണ് കഴിച്ച ഇപ്പം കൂടുതൽ. ഷോ യുവർ ബാക്ക്. എൻ്റെ പൊന്നെ സിമിയോൺ എന്നെ കാട്ടൊന്നും തോന്നുന്നില്ല. നമ്മൾ ഭയങ്കര സൈസാണ്. നെയിലിനെയൊക്കെ തോന്നിക്കാണല്ലോ. നെയില് മറ്റേ ഇതാണ്. നമ്മളെപ്പോലെ നാച്ചുറൽ മസിലൊന്നും എടുക്കാൻ ആളല്ല. എന്തോ മറ്റേ കുത്തി വെച്ചിട്ടൊക്കെ ഉള്ള ആളാണെന്നുണ്ട്. ഷോ യുവർ ലെഗ്സ്. ഇപ്പം കൈയും കഴിച്ച് ടൂർണമെൻറ്റ് നമ്മൾ 3 ഗൈസ് നമ്മൾ കാല് പിടിക്കുന്ന അവസ്ഥയിലായി. അയ്യ 500 രൂപ പൊയ്ക്ക്. ഞാനൊന്നും കൂടി വന്നിട്ട് കോമ്പറ്റീഷനല്ല ഗൈസ്. ഇതിനെക്കാട്ടൊക്കെ സൈസ് ഉണ്ട്. നമ്മൾ നല്ല നെക്കിക്കോ. ഇതിൽ നമ്മൾ കാല് പിടിക്കൂല പൈസ. ഇത് നമ്മൾ അട്ടിച്ച് പൊളിക്കും. നമ്മൾ കാല് പിടിക്കൂല. നമ്മൾ മറ്റവനെ തോപ്പിച്ചിട്ടുണ്ട്. ഗ്രൈൻഡ് കിങ്ങിനെ തോപ്പിച്ചിട്ടുണ്ട്. സിമിയോണൊക്കെ തോപ്പിക്കാൻ പാടാം. സിമിയോണെക്കാട്ടൊക്കെ ആപ്സൊക്കെ നമുക്കുണ്ട് പൈസ. അവൻ്റെയൊക്കെ ബാക്ക് ഉണ്ടോ? ബാക്കാണെന്ന് പോലും പറയാത്ത ബാക്കാണ് അവന്മാരുടെ. എൻ്റെ പൊന്നെ ഫുള്ളാക്ക്. കുഴപ്പമില്ല. നമ്മൾ മിക്കവാറും ജയിക്കും ഗൈസ്. ഇത് മിക്കവാറും ജയിക്കുന്ന ചാൻസാണ് ഗൈസ്. നമ്മൾ ജയിക്കും. ഗ്രൈൻഡ് കിങ്ങിനെയൊക്കെ നമ്മൾ തോപ്പിക്കും. ഇത് നോക്കിക്കോ.
പൊന്നെ നമ്മള് അവിടെ ഗ്രൈൻഡിങ്ങിൻ്റെ അടുത്ത് നോക്കി കാണിച്ചരാ അടുത്ത വട്ടം റാങ്ക് ആവട്ടെ എന്തായാലും. ഞാനെല്ലാം കഴിഞ്ഞ് അവിടെ ലെഗ്സ് 3K ബഗ്ഗാണ് കഴിച്ചത്, ബഗ്ഗാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ലെഗ്സ് 3K ആയിട്ടില്ലെന്ന് അവർ പറയുന്നത്. എന്നിറങ്ങിപ്പോയിക്ക് എനിക്ക് എനിക്ക് ലെഗ് 3K ആയതാണ് സത്യം പറയുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ലെഗ് 3K എന്ന്. ഇനി എന്തായാലും ഒരു നെക്കും കൂടി നിൽക്കിയാൽ പോരെ എനിക്ക്. പോരെ എടാ സ്റ്റില്ല. കഴിഞ്ഞ പരിപാടി ചാടി ഇറങ്ങിക്കോ. ഇപ്പം നമുക്ക് എന്നെ ഒന്നും കൂടി കോമ്പറ്റീഷനിൽ പോയാൽ ഞാൻ കോമ്പറ്റീഷനിൽ അഡിക്റ്റായി. എൻ്റെ മുന്നേ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്കായിപ്പോയി. എന്തായാലും ഇത് ചെയ്യാം. എന്നെ നോക്കി എണീക്കാം. എടാ ഞാൻ സ്റ്റക്കായി. ഇതെന്താണ് ഇപ്പം? ചാടി അങ്ങോട്ട് ഇറങ്ങി. ഇത് ചെയ്യാം. ഞാൻ കോമ്പറ്റീഷൻ അഡിക്റ്റ് ആയി. എനിക്കിപ്പോൾ 500 രൂപ തന്നുള്ള ഒരു കോമ്പറ്റീഷനിൽ പോയിട്ട് അത് മോശം. നമ്മളാണ് മസ്കുലർ. നെയില് ആണ് നമ്മളെക്കാട്ടും മസ്കുലർ. പക്ഷെ നമ്മൾ ഗ്രൈൻഡിങ്ങിനെക്കാട്ടൊക്കെ നമ്മൾ മസ്കുലറാണ്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഗ്രൈൻഡിങ്ങിനെ തോപ്പിച്ച് ഞാൻ നല്ല ഇതിലാണ് മോനെ ഇവിടെ നിൽക്കിക്കൊണ്ടിരിക്കുന്നത്. മിക്കവാറും ഗ്രൈൻഡിങ്ങിനെ തോപ്പിക്കും. ഗ്രൈൻഡിങ്ങിന് അടിപൊളി ബാക്ക് ഉണ്ട്. എനിക്കാണ് കുറവ്. ഞാനാണിപ്പോൾ ഗ്രൈൻഡിങ്ങിനെ തോപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാത്തിലും തോപ്പിച്ച് ലെഗൊക്കെ തോപ്പിക്കും. അവിടെ ഞാൻ പുറകിലേക്ക് പോയി ഭയങ്കര എനിക്ക് ശരിയായില്ല. അവിടെ സ്റ്റില്ല് ഞാൻ കുഞ്ഞിരിക്കണം അവരുടെ അടുത്ത്. കുഴപ്പമില്ല, നമുക്ക് റാങ്ക് ചെയ്യാം. അയ്യോ സ്കിപ്പ് ചെയ്യാം റാങ്ക്. നമ്മൾ റാങ്കായി. നമ്മൾ ഇപ്പോൾ ഒരു എല്ലായി. നമുക്ക് ഈ വീഡിയോ എടുത്ത് അപ്പോൾ ലൈക്ക് സബ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പാർട്ട് 4 വേണമെന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് സെറ്റാക്കാം. ബാക്കിയുള്ള ഗെയിംസൊക്കെ ഉണ്ടെങ്കിൽ സെറ്റാക്കാം. അപ്പോൾ 99 നമുക്ക് കളിച്ചിടാൻ നോക്കാം. അപ്പോൾ ലൈക്ക് സബ് ചെയ്യാം. അപ്പോൾ ബൈ.